അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദ്യം ചെറുതായിട്ടൊന്ന് ലൈവിൽ വന്നപ്പോഴേ കട്ടായി പോയി. സ്നേഹസാഗരത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളടുത്തുകൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. നമ്മുടെ സ്നേഹസാഗരത്തിന്റെ പ്രിയപ്പെട്ട ഷർഫുക്ക ഒരുപാട് പാട്ടൊക്കെ നിങ്ങൾക്ക് പാടിത്തന്ന ഷർഫുക്കയുടെ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സഹോദരി ഒന്ന് കാണണമെന്ന്. കുറെ നാളുകൊണ്ടുള്ള അതിയായ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഒരാളെ ഉള്ളൂ, അങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. മുടിയൊക്കെ വെട്ടി പുതിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് അടിപൊളി പുതിയാപ്പിളായിട്ട് ഇരിപ്പുണ്ട്. ആ ഹലോ ബാക്കു, അസ്സലാമു അലൈക്കും. എവിടെ പോണേ? എവിടെ പോണേ? സംഭ്രമത്തോട്ട്, കുമ്മിൾ സംഭ്രമം. അവിടെ ആരുണ്ട്? സഹോദരിയുടെ പേരെന്താണ്? ഷാഹിദ. ആ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കുറച്ചുപേരൊക്കെ ഉണ്ട്, അതൊന്ന് കാണണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അതിയായ ആഗ്രഹം. എന്നാ പിന്നെ അൽഹംദുലില്ലാ ആഗ്രഹം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. സ്നേഹസാരത്തിന്റെ ചെറിയൊരു വണ്ടിയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യും. അദ്ദേഹം രാവിലെ മുടിയൊക്കെ വെട്ടി 2-3 ദിവസം കൂടി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറിയ തിരക്കായി പോയതുകൊണ്ടാണ് ഞാനും കൂടെ പോണം എന്നിങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശരബാക്കാല ജീവിതചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഓക്കെ, കല്യാണം ഒന്ന് കഴിക്കുന്നുണ്ടോ? ഇനി കല്യാണമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അല്ല, എനിക്ക് പെണ്ണാട്ടിയില്ല, മക്കളില്ല. അവരാരാ കൊണ്ട് പോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ആ പെണ്ണാട്ടിയൊക്കെ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് അവരുടെ നിങ്ങൾ സംസാരിച്ച് നോക്കണം. ചിലപ്പോ പിടിക്കുമ്പോ പിന്നെ വിളിക്കരുത്. പിന്നെ സഹോദരിക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റിട്ട് കൊടുക്കണ്ടേ? അവർക്ക് അതൊന്നും വേണ്ട. പക്ഷെ എന്തെങ്കിലും വല്ല പഴോ, ഓറഞ്ചോ, ആപ്പിളാ? അവിടെ ചെറിയ കുട്ടികളുണ്ടോ? ഒറ്റ കുട്ടികളൊന്നുമില്ല. ഇല്ല. നമുക്ക് ഫ്രൂട്ട്സോടെ കയറാം. നമുക്കിപ്പോ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തോന്ന് വേണം? നിങ്ങൾ ആഗ്രഹം പറയും. ചായ വേണോ, ബിസ്ക്കറ്റ് വേണോ, സോഡ, നാരങ്ങ വെള്ളം വേണോ, എന്ത് വേണം? എനിക്ക് നാരങ്ങ വെള്ളം മതി. നാരങ്ങ വെള്ളം. ഓക്കെ. വേറെന്തോന്ന് വേണം? നിങ്ങൾ പറയണ കാര്യം നടത്തി തരും. ഇന്ന് നമ്മളെ അടിച്ച് പൊളിക്കുന്നു യാത്രക്കിടയിൽ. പറയ്. വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തോ പറയാണ്ടല്ലോ. നിങ്ങള് പറയ് ശരവാക്കോ, പറയ് എന്ത് വേണം? ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ വെള്ളം മതി. നാരങ്ങ വെള്ളം മതി. ചോറ് ബിരിയാണി വേണം? ബിരിയാണി പിന്നെ. ഓക്കെ. അപ്പൊ പിന്നീട് വൈകുന്നേരം 4 മണിക്ക് എന്താ വേണോ കേട്ടോ. ബിരിയാണിക്ക് പിന്നെ സ്നേഹസാരത്തില് നിങ്ങളൊക്കെ നിരന്തരം വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ ബിരിയാണിയൊക്കെ. ഷറഫാക്ക കഴിക്കുന്ന തന്നെ. ഷറഫാക്കക്ക് കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കണം, സഹോദരിയുടെ വീട്ടിൽ പോകണം. അപ്പൊ എന്നാ വിചാരിച്ച് ഇൻഷാ അല്ലാഹ് ആഗ്രഹം കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദിവസത്തി മെനക്കെടാം, അവര് സന്തോഷിക്കട്ടെ. ഓക്കെ അല്ലേ? എന്റെ സന്തോഷത്തെ ഒരു പാട്ടൊക്കെ പാടി. ഒരു യാത്രക്കിടയിൽ പാട്ടൊക്കെ വേണം, നല്ലൊരു അടിപൊളിയാവുള്ളൂ. പാടി. ഉണ്ടുണ്ട്, സെറ്റാണ്. നിങ്ങൾ എന്ത് ചെറവാക്കത്? ക്ഷീണം അല്ലേ? സഹോദരിയെ കാണാനുള്ള ഒരു ഇതിലാണുള്ളത്. അവരവിടെ കാണോ? എവിടെയെങ്കിലും പോയി കാണോ? ഉണ്ടോ അവിടെ? വഴി അറിയാമോ പോകാനുള്ള? ഒന്ന് പറഞ്ഞാണ്, റൂട്ട് പറഞ്ഞാണ്. കുമ്മിളിൽ നിന്ന് സംഭ്രമത്തോട്ട് പോണ വഴി. തങ്ങളെ വീട്ടിന്റെ അവിടെ. ഓക്കെ. ആ സ്ഥലത്തിന് പേരുണ്ടാ? കണ്ണങ്കോട്, താന്നിവിള. അവിടെയൊക്കെ കുറെ അടിച്ച് പൊളിച്ചാ നിങ്ങളല്ലേ? തന്നെ പാവപ്പെട്ടവനാണ് ചെറുവാക്ക. കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള പ്രായമായ ഇപ്പവരിങ്ങനെ പറയൂലേ, മോളെ കാര്യം, മോന്റെ കാര്യം, സഹോദരിയുടെ മക്കളെ കാര്യം, അതൊക്കെ ഓരോന്നിങ്ങനെ ഓർമ്മിച്ചെടുത്ത് ഓരോന്നിങ്ങനെ അയവിറക്കാണ് ചെറുവാക്ക. നിങ്ങളെല്ലാരും ഷറവാക്കൾക്ക് കൊണ്ട് ദുആ ചെയ്യണം. ഷറവാക്ക സ്നേഹസാഗരത്തിന്റെ വലിയ മുത്താണ്. അൽഹംദുലില്ലാ നമ്മള് സഹോദരിയുടെ വീട്ടിലെത്തുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു ലൈവ് കൂടെ ചെയ്യും കേട്ടാ. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ലൈവ് പ്രതീക്ഷിക്കാം.
കാരണം ഷറവാക്കാക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ രാവിലെ സ്നേഹസാഗരത്തില് കൊടുവള്ളിയിൽ നിന്ന് കുറച്ച് സഹോദരിമാര് വന്നപ്പോ, മദ്രസ കുട്ടികളൊക്കെ വന്നപ്പോ അവരെ കാണാൻ വേണ്ടി സ്നേഹസാഗരത്തിലോട്ട് പോയതാണ്. അപ്പൊ ഷറവാക്ക പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റിക്കാണ്, എന്നെ കൊണ്ടുപോകുന്നില്ലേ, എനിക്ക് എന്റെ സഹോദരിയെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വിചാരിച്ച്, സാധുവല്ലേ, അൽഹംദുലില്ലാ, എന്ന് അതിനുവേണ്ടി റെഡിയാവാന്ന് വിചാരിച്ചു. ഷറവാക്ക മുടിയെല്ലാം വെട്ടി ഭംഗിയായി, പുതിയ ഷർട്ടും പുതിയ മുണ്ടെല്ലാം ധരിച്ച് അൽഹംദുലില്ലാ സഹോദരിയെ കാണാൻ വേണ്ടി പോകണം. അദ്ദേഹത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയി. അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊന്നും ഷറവാക്ക അങ്ങോട്ട് അവിടെ നിർത്താൻ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്നേഹസാഗരത്തിലാണെങ്കിൽ വളരെ ശാന്തമായി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കും. അൽഹംദുലില്ലാ. അപ്പൊ അദ്ദേഹത്തിന്റെ അള്ളാഹു രോഗങ്ങളൊക്കെ മാറ്റി എല്ലാ സന്തോഷവും കൊടുക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാ? ഓക്കെയാണ് ഷറവാക്ക അല്ലേ? സ്നേഹസാഗരം എങ്ങനെയുണ്ട്? നോക്കും. സ്നേഹസാരത്തിന് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഷറവാക്കോ? സ്നേഹസാരത്തിന് ഭക്ഷണമൊക്കെ തരുന്ന ഒരുപാട് ആളുകളാണ് ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കി? ബിരിയാണിയൊക്കെ കിട്ടുന്നുണ്ടോ? ചായ എങ്ങനെയുണ്ട്? എന്തിനാണ് കുഴപ്പം അവിടെ? അത് പറയും, നമുക്ക് പരിഹരിക്കാം. എല്ലാം ഓക്കെയാണല്ലേ? ശരി, അൽഹംദുലില്ലാ. അപ്പൊ എന്തായാലും ഷറവാക്കാരെ സഹോദരന്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. അന്നേരം ഒരു ലൈവ് ഇവിടെ വരും കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്തോളി, രസാണ്. അസ്സലാമു അലൈക്കും.